നമ്മൾ പല രീതിയിലുള്ള ആളുകളുമായിട്ട് നിരന്തരം സമ്പർക്കത്തിലാണ്, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ പല സ്വഭാവങ്ങളുണ്ട്. ഓക്കെ, പക്ഷേ ഈ സ്വഭാവങ്ങളൊന്നും നമ്മളല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് നമ്മളല്ല, അതൊരു പ്രവൃത്തിയാണ്. റൈറ്റ്? എന്നതുപോലെ നമ്മുടെ കൂടെയുള്ള ആളുകൾ അവർ ചെയ്യുന്ന പ്രവൃത്തി വെച്ചിട്ട് നമ്മൾ അവരെ വിലയിരുത്തുമ്പം ആ പ്രവൃത്തിയും അവരും അത് രണ്ടായിട്ട് കാണാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ നമുക്ക് ആ വ്യക്തിയുമായിട്ടുള്ളൊരു ബന്ധം, അല്ലെങ്കിൽ നമ്മളിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ നിലനിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അതായത് ഒരാൾ കയറി വരുമ്പം, അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു കാര്യം പറയുമ്പം, അല്ലെങ്കിൽ ഒരു കുട്ടി അവനറിയാതെ അവൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തെന്ന് നമുക്ക് തോന്നുമ്പം, നമുക്ക് ആ തെറ്റിനെയും ആ കുട്ടിയെയും സെപ്പറേറ്റ് ചെയ്ത് കാണാൻ സാധിച്ചാൽ മാത്രമേ ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് ആ ചെയ്ത വിഡ്ഢിത്തരം എന്താണെന്ന് അവന് കാണാൻ സാധിക്കുള്ളൂ. മറിച്ച് നീ ചെയ്തത് തെറ്റാണെന്ന് പറയുമ്പം അവനെ നമ്മളൊരു തെറ്റുകാരനാക്കുകയാണ് ചെയ്യണത്. മറിച്ച് അവൻ്റെ കൂടെ നിന്നിട്ട് ആ തെറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ എന്നുള്ള ഭാഗത്താണ് നമ്മൾ പോണതെങ്കിൽ ആ ബന്ധം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ അവന് കൃത്യമായിട്ട് അവൻ ചെയ്ത പൊട്ടത്തരം കാണാൻ പറ്റും. ഇത് നമ്മൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടും ഞാൻ നല്ലതാണെന്ന് എൻ്റെ പ്രവൃത്തിയിലൂടെ, അല്ലെങ്കിൽ മറ്റുള്ളവർ നല്ലതാണെന്ന് പറയപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ മനഃപ്പാഠമാക്കി വെച്ചിട്ട് ഞാൻ നന്നായിട്ടിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് മറ്റൊരാളുടെ പ്രവൃത്തി വെച്ച് അയാളെ പരിശോധിക്കാതെ അയാൾ അങ്ങനെയാണെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യണത്. അപ്പോൾ അവിടെ നമുക്ക് ആരുമായിട്ടും ബന്ധമില്ല, മനസ്സിലായ? കാരണം അവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പിന്നെ നമ്മൾ നല്ല ആൾക്കാരുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഉള്ളിലേക്ക് ഏറ്റവും നല്ല ആൾക്കാരാണ് ആര്? ഈ ഗുരുവും ഈ ദൈവവും ഒക്കെ. കൂടെയുള്ള ആരുമായിട്ടും ബന്ധപ്പെടാതിരിക്കുമ്പം നമുക്ക് നമ്മളുമായിട്ട്, അല്ലെങ്കിൽ നമ്മളിൽ നമ്മളെ അറിയാനുള്ള ആ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ വിട്ടുപോണത്. അപ്പം ആരുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴും ആ വ്യക്തി എന്ത് പറയുന്നത് ചെയ്യണത് എന്നുള്ളതിന് പകരം ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം, കാരണം എനിക്ക് അയാളെ ആ കറക്റ്റ് അവസ്ഥയിൽ ബന്ധപ്പെടാൻ സാധിക്കാത്തത് എൻ്റെ കഴിവില്ലായ്മയാണ്. കാരണം അയാൾ ചെയ്ത പ്രവൃത്തി എന്നെ അങ്ങോട്ട് കൊണ്ടുപോണ്. ആ വ്യക്തി അവിടെ ഉണ്ടല്ലോ, അയാൾക്ക് ഇനി അത് നന്നാക്കി ചെയ്യാനുള്ള അവസരം ഉണ്ടല്ലോ. അപ്പം നമ്മളിലുള്ള നന്മ കണ്ടാലേ നന്മയുമായിട്ടുള്ള ബന്ധത്തിലെ മറ്റൊരാൾക്ക് നന്മയിലിരിക്കുന്ന അവസ്ഥയുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കുള്ളൂ. സിമ്പിളാണ്.